ഫോട്ടോസിന്തസിസിൽ രണ്ട് റിയാക്ഷൻസ് ആണ് ഉള്ളത്. ലൈറ്റ് റിയാക്ഷൻ അഥവാ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് കൂടിയേ തീരൂ, ലൈറ്റ് അത്രയും ആവശ്യമാണ്. ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രം നടക്കുന്ന റിയാക്ഷനാണ് ലൈറ്റ് റിയാക്ഷൻ. ഇത് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ വെച്ചാണ്. ഗ്രാനയിൽ വെച്ചിട്ട് ലൈറ്റ് റിയാക്ഷനും സ്ട്രോമയിൽ വെച്ച് ഡാർക്ക് റിയാക്ഷനാണ് നടക്കുക. ഗ്രാനയിലെ തൈലക്കോയിഡ് മെംബ്രെയിൻസിലാണ്. നിങ്ങൾക്കറിയാം, മെംബ്രെയിൻ്റെ പുറം ഭാഗത്ത് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ധാരാളമായിട്ടുണ്ടായിരിക്കും. ക്ലോറോഫിൽ എ, ബി, കരോട്ടിനോയിഡ്സ്, സാന്തോഫിൽ പോലുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ പിഗ്മെൻറ്റ്സ് ആണ് ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഇതുപോലെ രണ്ട് എനർജി ട്രാപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ATP, NADPH എന്നുള്ള ഈ രണ്ട് മോളിക്യൂൾസ് ആയിട്ട് മാറ്റുന്നത്. ഈ റിയാക്ഷനെയാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ എങ്ങനെയാണെന്ന്. അതിനൊരു വേറെ ടേം ഉണ്ട്, ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. വാട്ട് ഈസ് ഫോസ്ഫോറിലേഷൻ? സിന്തസിസ് ഓഫ് ATPനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുക. അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ADP എന്നുള്ള അഡ്നോസിൻ ഡൈഫോസ്ഫേറ്റിനെ ട്രൈഫോസ്ഫേറ്റ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ അതിന് ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. ഇവിടെ രണ്ട് മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്, NADPH കൂടി ഉണ്ടാകുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ ഈ NADPHനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് സെല്ലിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന മോളിക്യൂളാണ് ATP എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ സിന്തസിസ് നടക്കുന്നതിനാണ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഓഫ് ATP ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഇവിടെ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് അതുണ്ടാക്കുമ്പോൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നു. ഇതാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. ആൻഡ് ഒക്കേഴ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാനയിൽ വെച്ച് നടക്കും. ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഇത് തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ പുറത്ത് വെച്ചാണ് നടക്കുക. തൈലക്കോയിഡ് മെംബ്രെയിന് പുറത്ത് ഒരുപാട് LHCകൾ ഉണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് LHC പറഞ്ഞാൽ? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആയിട്ട് ഓരോ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലും പിഗ്മെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഓരോ കൂട്ടങ്ങളെയാണ് നമ്മളതിൻ്റെ ആ ഒരു പേര് കൊണ്ട് പറയുന്നത്. ഇപ്പോൾ LHC ഇവിടുത്തെ ഒന്നാമത്തെ ഈ LHC കാണിച്ചിരിക്കുന്ന ഫോട്ടോ സിസ്റ്റം സെക്കൻഡ് ആണ്. ഈ ആദ്യമായിട്ട് ഇവിടെ കാണിക്കുന്നത് ഫോട്ടോ സിസ്റ്റം ഫസ്റ്റ് ആണിത്. ഇതെന്താണെന്ന് പറഞ്ഞു തരാം. എന്താ ഫോട്ടോ സിസ്റ്റം സെക്കൻഡും ഫസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതാ ഫോട്ടോ സിസ്റ്റം സെക്കൻഡിന് ഓരോ LHCക്കും നിങ്ങൾക്കറിയാം അതിനൊരു റിയാക്ഷൻ സെൻറ്റർ ആയിട്ടൊരു ക്ലോറോഫിൽ A മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഒരു മേജർ പിഗ്മെൻറ്റ് മോളിക്യൂളാണ് ക്ലോറോഫിൽ A മോളിക്യൂൾ. ഇവിടുത്തെ ഈ ക്ലോറോഫിൽ A മോളിക്യൂൾ P680 ആണ്. എന്ന് വെച്ചാൽ P680 എന്നുള്ള ക്ലോറോഫിൽ A മോളിക്യൂളിന് 680 നാനോമീറ്റർ വരെയുള്ള സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്? അതിൻ്റെ അടുത്തുള്ള ആക്സസറി മോളിക്യൂൾസ്, ഇതുപോലെ ക്ലോറോഫിൽ B, സാന്തോഫിൽ പോലുള്ള മോളിക്യൂൾസ് ചുറ്റും ഉണ്ടായിരിക്കും. ആ മോളിക്യൂൾസ് എല്ലാം സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് അവരവരുടെ പറ്റുന്ന വേവ് ലെങ്ത് അബ്സോർബ് ചെയ്ത് അവസാനം എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? P680യിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഒരു ക്ലോറോഫിൽ A മേജർ പിഗ്മെൻറ്റ് മോളിക്യൂളും സറൗണ്ടഡ് ബൈ ആൻറ്റിന മോളിക്യൂൾ ഓർ ആക്സസറി പിഗ്മെൻറ്റ് മോളിക്യൂൾസ്. ഇനി ഇത് നോക്കൂ. PS ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ P700 മോളിക്യൂളാണ് PS ഫസ്റ്റ് എന്നുള്ള ഫോട്ടോ സിസ്റ്റം ഫസ്റ്റിൻ്റെ റിയാക്ഷൻ സെൻറ്റർ. ഈ റിയാക്ഷൻ സെൻറ്ററിൽ P700 മോളിക്യൂൾ ഒരു ക്ലോറോഫിൽ A മോളിക്യൂളാണ്. ഇറ്റ് ക്യാൻ അബ്സോർബ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് അപ് ടു 700 നാനോമീറ്റർ. 700 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ ഇതിന് സാധിക്കും. അതിന് സറൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്സസറി മോളിക്യൂൾസ് ഉണ്ട്. അത് സൺലൈറ്റ് സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് അതിനെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഈ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് കൂടി ഉള്ള ഈ റിയാക്ഷനെ നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുക. നോൺ സൈക്ലിക് എന്നുള്ള പേരൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇനി പഠിക്കും. ഇത് നോക്കൂ. ഈ രണ്ടിലും സൺലൈറ്റ്, രണ്ട് മോളിക്യൂൾസും ഈ രണ്ട് റിയാക്ഷൻ സെൻറ്റേഴ്സും സൺലൈറ്റ് അബ്സോർബ് ചെയ്താൽ എക്സൈറ്റഡ് ആവും. അതിൻ്റെ എനർജി കൂടിയിട്ട് അത് എക്സൈറ്റഡ് ആയിട്ട് രണ്ടിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. P680 റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രോൺ സൺലൈറ്റ് അബ്സോർബ് ചെയ്തു, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഈ മോളിക്യൂൾ. അവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. ഒരു പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ, ഒരു കോമ്പൗണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ആ കോമ്പൗണ്ട് പേര് നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അടുത്ത ചാർട്ടിൽ നോക്കാം. പക്ഷേ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്ത ഈ മോളിക്യൂൾ, ഈ കോമ്പൗണ്ട് ഈ ഇലക്ട്രോൺസിനെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് ഏത് സമയം ഇരിക്കില്ല. അത് അപ്പം തന്നെ അതിന് അടുത്ത കോമ്പൗണ്ടിലേക്ക് വിട്ടുകൊടുക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആയിട്ടുള്ള കുറേ കോമ്പൗണ്ട്സ് ഇവിടെയുണ്ട്. ആ കോമ്പൗണ്ട്സിലേക്ക് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കും.
വിട്ടുകൊടുത്ത ഇലക്ട്രോൺസ് ഈ ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്ന് അത് ലോ എനർജി സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കോമ്പൗണ്ടിൽ നിന്ന് അടുത്തതിലേക്കായിട്ട് അത് ഓരോന്നും അടുത്തടുത്ത കോമ്പൗണ്ടിലേക്ക് ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടി ഈ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്തു. ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഇവിടെ ഇതുപോലെ P700 എനർജി അഥവാ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തു, അത് എക്സൈറ്റഡ് ആയി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. അവിടെയും ഒരു പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ, ഒരു കോമ്പൗണ്ട് അത് ആ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തു. ഇവിടുന്ന് അടുത്ത കോമ്പൗണ്ടിലേക്ക് അതിനെ വിട്ടുകൊടുത്തു. അതിനെ ലോ എനർജി സ്റ്റേറ്റിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിന് ആ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത് NADP+ എന്നുള്ള മോളിക്യൂളാണ്. അത് NADPH ആയിട്ട് മാറും. ഇവിടെ അതിന് NADP+ന് NADPH ആയി ഇവിടെ മാറ്റാനായിട്ട് ഇലക്ട്രോൺസിന് ഇവിടെ യൂസ് ചെയ്തു. ഇനി എന്താണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഇവിടെ ഈ P700ന് ഇവിടെ ഇലക്ട്രോൺസ് പോയി നിൽക്കുകയാണ്. ഇതിൻ്റെ ഇലക്ട്രോൺസ് NADPHൻ്റെ അവിടേക്ക് പോയി. ഇതിന് 2 ഇലക്ട്രോൺസാണ്. ഒന്നായിട്ട് നമുക്ക് പറയാം, 2 എണ്ണമായിട്ടും പറയാം. ഇലക്ട്രോൺസ് ഇവിടെ കുറവാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉള്ള ഈ മോളിക്യൂൾ എന്ത് ചെയ്യും? ഇവിടെ വന്ന് നിൽക്കുന്ന ഇവിടെ നിന്ന് വിട്ടുകൊടുത്ത ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി അവിടെ മാറി അത് സാധാരണ സ്റ്റേറ്റിലെത്തി. ഇനി ഇവിടുത്തെ P680 ഇവിടുന്ന് ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിന് എവിടെ നിന്നും ഇലക്ട്രോൺസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വാട്ടർ സ്പ്ലിറ്റ്, നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിൻ്റെ ഇക്വേഷനിൽ വാട്ടർ കാണിച്ചിട്ടുണ്ട്, അവിടെ ഓക്സിജൻ എവല്യൂഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എങ്ങനെയാണ് നോക്കൂ. ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ½ O2 + 2H + 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. H2S സ്പ്ലിറ്റ് ചെയ്ത് 2H+ഉം 2 ഇലക്ട്രോൺസും ഉണ്ടായി ½ O2 ഉണ്ടായിരിക്കും. ആ H+ ഇവിടെ തന്നെ നിൽക്കും. ഇലക്ട്രോൺസിനെ ഈ P680 ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്സിജനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടി നോക്കൂ. ഇത് P680യുടെ ഫോട്ടോ സിസ്റ്റം സെക്കൻഡാണിത്. ഇവിടെ ലൈറ്റ് കിട്ടി, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു, ഇലക്ട്രോൺ ആക്സെപ്റ്റർ അത് ആക്സെപ്റ്റ് ചെയ്തു, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്തു. ആ എനർജി ഉപയോഗിച്ചിട്ട് ഒരു ADPക്ക് ATP ആക്കാനുള്ള ആ എനർജി അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഫോട്ടോ സിസ്റ്റം ഫസ്റ്റിലും ഇതുപോലെ സൺലൈറ്റ് കിട്ടി, എക്സൈറ്റഡ് ആയി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു, ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തു, അതിനെ വിട്ടുകൊടുക്കുന്നു. അടുത്ത സ്റ്റേജിൽ NADP+ എന്നുള്ള മോളിക്യൂൾ NADPH ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ATP ഉണ്ടായി, ഇവിടെ NADPH ഉണ്ടായി. ഇത് ഉണ്ടാവുന്ന സ്ഥലങ്ങളൊക്കെ ശരിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇവിടെ ഫോട്ടോ സിസ്റ്റം ഫസ്റ്റിന് പോയ ഇലക്ട്രോൺസിനെ ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസിൽ നിന്ന് അത് അവിടെ ആക്സെപ്റ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെയാകുമ്പോൾ ഇതിന് പോയ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ LHC ഫോട്ടോ സിസ്റ്റം സെക്കൻഡിന് P680ക്ക് പോയ ഇലക്ട്രോൺസ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ആ ഇലക്ട്രോൺസ് അവിടെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഇലക്ട്രോൺസ് 2 പ്രോട്ടോൺസും ഓക്സിജനും ആവും. ഓക്സിജൻ ഇവോൾവ് ചെയ്യും. ആ ഓക്സിജൻ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2H+ അവിടെ പ്രോട്ടോൺസ് അവിടെ തന്നെയുണ്ട്. ഇലക്ട്രോൺസിനെ LHC അഥവാ ഫോട്ടോ സിസ്റ്റം സെക്കൻഡ് ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ത് നടക്കും? ATP NADPHൻ്റെ സിന്തസിസ് നടക്കും, ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. നോൺ സൈക്ലിക് ആണ് എന്ന് പറയാൻ കാരണം ഇവിടെ നിന്ന് പോയ ഇലക്ട്രോൺ ഇവിടേക്ക് തിരിച്ചു വരുന്നില്ല, അത് അങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് വേണ്ട ഇലക്ട്രോൺ വേറെ ഇടത്തുനിന്ന് വാട്ടറിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ഈ ഇതിലുള്ളത്. നിങ്ങൾക്കിത് പഠിക്കാനില്ല, വെറുതെ ഒന്ന് നോക്കിപ്പോകാം. ഇതിനിടയിലുള്ളൊരു ചെയിൻ ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ. ഈ PS സെക്കൻഡിൻ്റെ PS ഫസ്റ്റിൻ്റെയും ഇടയ്ക്കായിട്ട് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. FRS ഫെറിഡോക്സിൻ, ഇവിടെ NADP+ NADPH ആവുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റിയാക്ഷൻ. പക്ഷേ നിങ്ങൾക്ക് +2 ലെവലിൽ ഇത്രയും പഠിക്കാനില്ല. ഫോട്ടോ സിസ്റ്റം സെക്കൻഡ് എന്ത് ചെയ്യുന്നു? ഇറ്റ് റീഗെയിൻസ് ഇലക്ട്രോൺസ് ബൈ സ്പ്ലിറ്റിംഗ് വാട്ടർ, അല്ലേ? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? PS സെക്കൻഡിന് പോയ ഇലക്ട്രോൺസ് കിട്ടുന്നത്. ലീവിങ് ഓക്സിജൻ ഗ്യാസ് ആസ് എ ബൈ പ്രൊഡക്റ്റ്. ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കൂ, ഇലക്ട്രോൺ non-cyclic photophosphorylation electron travels in non-cyclic manner. Electrons P680 എന്ന് പോയ ഇലക്ട്രോൺസ് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് സൈക്ലിക് അല്ല നോൺ സൈക്ലിക് ആണെന്ന് പറയുന്നത്. എനർജി റിച്ച് മോളിക്യൂൾസ് ലൈക്ക് ATP ആൻഡ് NADPH ആർ ഫോംഡ് അല്ലേ. ഫോട്ടോളിസിസ് ഒക്കേഴ്സ്, ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ ഒക്കേഴ്സ് എന്ന് എഴുതണം. ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ.
ഫോട്ടോലൈസിസ് പറഞ്ഞാൽ എന്താ, ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഒരു മോളിക്യൂൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ലൈസിസ് പറയുക, ഫോട്ടോ ലൈസിസ് ഒക്കേഴ്സ്. PS first and PS second are involved in non-cyclic photophosphorylation. It is very important. നിങ്ങൾക്ക് എക്സാമിന് ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇത്രയും എഴുതിയാൽ മതി. നിങ്ങൾ ഇതിന് കൂടുതലായിട്ട് ഇവിടെ നിങ്ങൾ P680 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇവിടെ P700 എന്നും, അത്രേ വ്യത്യാസമുള്ളൂ. ഇതിന് അധികം ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചാർട്ടിൽ ഇങ്ങനെ പഠിച്ചാൽ മതി.